ഡിവൈഎഫ്ഐയുടെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ശശി തരൂരിനെ ക്ഷണിച്ച് ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് എ റഹീം എം പി നേരിട്ടെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയുള്ളതിനാൽ പങ്കെടുക്കില്ല. സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് എല്ലാ ആശംസയും ശശി തരൂർ എം പി നേർന്നു. അതേസമയം ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിച്ച് തരൂരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ വിവാദങ്ങൾക്ക് പിന്നാലെ ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന് ഡിവൈഎഫ്ഐ ക്ഷണിച്ചു. ദേശീയ പ്രസിഡന്റ് എ റഹീം എം പി നേരിട്ടെത്തിയാണ് തരൂരിനെ ക്ഷണിച്ചത്. വികസന കാര്യത്തിൽ തരൂരിന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് എ റഹീം എം പി. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുള്ളതിനാൽ ശശി തരൂർ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിൽ പങ്കെടുക്കില്ല. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ എന്റർപ്രണേഴ്സ് അതിൽ വർക്ക് ചെയ്യുന്നവർ, അതോടൊപ്പം തന്നെ നോവൽ ഐഡിയ ഉള്ള പുതിയ തലമുറയിലെ സ്റ്റാർട്ടപ്പിൽ താല്പര്യമുള്ള ആളുകൾ അവിടെ വലിയൊരു സംഘമാണ്. ടാഗോർ തിയേറ്ററിൽ മാർച്ച് മാസം 1-2 അതിൽ വിവിധ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനിലേക്ക് ശ്രീ ശശി തരൂരിനെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. അതേസമയം തരൂർ വിഷയത്തിൽ പരസ്യ പ്രസ്താവന വേണ്ടെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ അവഗണിച്ച് മാത്യു കുഴൽനാടൻ രംഗത്തെത്തി. തരൂരിന് തെറ്റുപറ്റിയെന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചു. എൻ്റെ അതിനെ സംബന്ധിച്ചുള്ള നിലപാട് വളരെ കൃത്യതയോടുകൂടി ഞാൻ പറഞ്ഞു. തരൂർ കോട്ട് ചെയ്തത് രാജീവ് പറഞ്ഞ ഫാക്ട്സ്. തരൂർ പാർട്ടി നിലപാടുകൾക്കൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിനെതിരായിട്ട് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി നടത്തുന്ന ഒരു പോരാട്ടമാണ്. അതിനോടൊപ്പം അദ്ദേഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തർക്കങ്ങൾ വീക്ഷിച്ചു വരികയാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സംബന്ധിച്ച് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ കോൺട്രവേഴ്സി അപ്പടി നിലനിർത്താൻ ആഗ്രഹമില്ല. അതേസമയം ശശി തരൂരിന്റെ ലേഖനം പാർട്ടി തള്ളിക്കളഞ്ഞതാണെന്നും തെറ്റ് സംഭവിക്കുമ്പോൾ തിരുത്താൻ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമെന്നും K മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലേഖനം പാർട്ടി അത് തള്ളിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ ആവശ്യമില്ല. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.